മക്കളെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുക. അപ്പൊ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന അവസ്ഥാമാറ്റം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ് അവസ്ഥാമാറ്റം എന്ന് പറയുമ്പോൾ ഒരു പദാർത്ഥത്തിന് അതിന്റെ 3 അവസ്ഥകളിലേക്ക് മാറാനുള്ള കഴിവുകൾ. ചിലപ്പോൾ 3 അവസ്ഥകളിലേക്ക് മാറാനുള്ള കഴിവില്ല, മറ്റേതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് മാറാനുള്ള കഴിവായിരിക്കും ഉണ്ടാവുക. അപ്പൊ 3 അവസ്ഥകളിലേക്കും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പദാർത്ഥമാണ് വെള്ളം എന്ന് പറയുന്നത്. അതിന് ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നോക്കിക്കേ, വാട്ടർ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ അത് എന്തായിട്ടാ മാറാറ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഐസ് ആയിട്ടാണ് മാറുക. അതേസമയം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലോ, ഹീറ്റ് ചെയ്യുമ്പോൾ ബോയിൽഡ് വാട്ടർ ആണ് ആദ്യമാവുക. വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? വേപ്പേഴ്സ് അല്ലെ, വേപ്പേഴ്സ് ആയിട്ട് മാറാറുണ്ട്, വാട്ടറിന്റെ വേപ്പേഴ്സ് ആയിട്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. വെള്ളം ചൂടാകുമ്പോൾ അല്ലെ അത് എന്ത് ചെയ്യുന്നുണ്ട്? നീരാവിയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ റൈറ്റ് ദ സിറ്റുവേഷൻസ് വേർ നാച്ചർ ആൻഡ് അതർ ലിവിംഗ് ഓർഗാനിസം മേക്ക് യൂസ് ഓഫ് ദ ചേഞ്ചസ് ഇൻ സ്റ്റേറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം എന്ത് ചെയ്യുക, പലപ്പോഴും എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാറുണ്ട്. വാട്ടർ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ റെയിൻ ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാവുന്നതാണ്. എന്നിരുന്നാലും ബാക്കി എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ആലോചിച്ച് എഴുതുക.